The Real FM 103.6. ശ്രദ്ധ. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം 18 വയസ്സിൽ താഴെയുള്ള 331 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. യഥാർത്ഥത്തിൽ ഇത് നമ്മെ ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. ജീവിതത്തിലേക്ക് പറന്നുയരേണ്ടവർ സ്വയം ചിറകരിഞ്ഞു വീഴുമ്പോൾ എവിടെയാണ് നമുക്ക് പിഴച്ചതെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ ഇന്നാദ്യം പ്രതികരിക്കുന്നു സാമൂഹ്യ പ്രവർത്തകനായ പ്രസാദ് കൈതക്കൽ. ഞാനൊരു 60കളിൽ ജനിച്ച ഒരാളാണ്. നമ്മുടെ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ ചിന്താഗതികളോ അല്ല പുതിയ കൗമാരക്കാർ. അവര് ജനിച്ചു വീഴുന്നത് തന്നെ ഒരു പുതിയ കാലത്തിലാണ്. ഒന്ന്, മൊബൈൽ ഫോണുകളുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, അങ്ങനെ പല സാധ്യതകളുണ്ട്. അവരുടെ മൂല്യബോധവും വേറെയാണ്. നമ്മൾ ഇതുവരെയും ശരി എന്ന് വിചാരിച്ചതൊന്നുമല്ല അവരുടെ ശരികൾ. അതൊരു മോശം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അവരുടെ ചിന്താഗതികൾ, മൂല്യവ്യവസ്ഥകൾ ഒക്കെ വേറെയാണ്. അവര് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ നിന്നും അവരുടെ സർക്കിളിലുള്ള സുഹൃത്തുക്കളിൽ നിന്നുമാണ്. അതിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഓരോ കുട്ടികൾക്കും ഉണ്ടാവുക. അത് ഒരു പ്രത്യേക കേസായി ഇതുവരെയും കേരളത്തിൽ അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ അവരുടെ ശരികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവര് മുമ്പുള്ള ആളുകൾ സഹിച്ചതുപോലെ സഹിക്കാനോ അല്ലെങ്കിൽ അത് വിശകലനം ചെയ്ത് കാരണം കണ്ടെത്താനോ ഒന്നും പറ്റുന്ന ആളുകളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ മക്കളോടുള്ള ഇടപെടലിൽ. ഫീലിങ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള അനുതാപം, സങ്കടം, അതൊക്കെ നമ്മളേതുപോലല്ല അവര്. മറ്റൊരാൾക്കൊരു എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുതാപം നമ്മുടെ കുട്ടികളിൽ പൊതുവെ കാണാറില്ല. അത്തരം പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാനസികമായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളതും കൗമാരക്കാരിലാണ്. വളരെ ചെറിയ കുട്ടികളിൽ തന്നെ ADHD പോലുള്ള സുക്കേടുകൾ, അതുപോലെ ബൈപ്പോളാർ അസുഖങ്ങൾ, നമ്മളെ BPD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ തുടങ്ങി ഒട്ടുമിക്ക മാനസികമായ അസ്വസ്ഥതകളും ഈ തലമുറയിലെ കുട്ടികളെ പിടികൂടുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം ഗവൺമെന്റ് ആയാലും മറ്റ് ശാസ്ത്ര സംഘടനകളായാലും അത്തരം ഒരു പഠനം അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളതിനെ ഒരു വാർത്തകളായോ അല്ലെങ്കിൽ ചെറിയ ചർച്ചകളായോ അവസാനിപ്പിക്കല്ല വേണ്ടത്. വളരെ നന്നായി സാമൂഹ്യമായി പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ ഒക്കെയും നമ്മളെ പേടിപ്പിക്കുന്നതാണ്. അധ്യാപകരും നിസ്സഹായരാണ്. ഇന്നത്തെ കൗമാരഘട്ടത്തെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൂടെ ചേർക്കുവാൻ പല അധ്യാപകർക്കും സാധിക്കുന്നില്ല. അധ്യാപകൻ ശ്രീജേഷ് എടത്തുങ്കര. കൗമാരപ്രായത്തിലുള്ള കുട്ടികളോട് നിരന്തരമായിട്ട് ഇടപെടുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അവരുടെ ലോകം തന്നെ മറ്റൊന്നാണ്. നമ്മൾ സാമ്പ്രദായികമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ചില വാല്യൂസ് ഉണ്ട്, ചില കോഡ്സ് ഉണ്ട്, ചില യാർഡ്സ്റ്റിക്സ് ഉണ്ട്, അതിരുകളും അരികുകളുണ്ട്. ആ ഒരു ചുറ്റളവിലേക്ക് ഒതുക്കാൻ കഴിയുന്നതല്ല പുതിയ കാലത്ത് കുട്ടികളുടെ മനസ്സ് എന്നുള്ളതാണ് ക്ലാസ് മുറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനപ്പുറത്താണ് പുതിയ കാലത്ത് കുട്ടികൾ. സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഇടപെടലുകളുണ്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റ് സാധ്യതകളിലേക്കുള്ള ഭയങ്കരമായ ഒരു ഔട്ട്ബേസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ക്ലാസ് റൂമിൽ നിന്ന് ഒരുപാട് സ്ട്രെസ് ഉള്ള കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. നമുക്കത് തിരിച്ചറിയാനും കഴിയില്ല അത്ര പെട്ടെന്ന്. കഴിഞ്ഞ വർഷം NSSന്റെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത ഒരു കുട്ടി, നല്ല മിടുക്കിയായ കുട്ടിയാണ്, ലീഡർഷിപ്പ് ക്യാമ്പിൽ പങ്കെടുക്കുകയാണ്. ആ കുട്ടി ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നേരെ 2 ദിവസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യായിരുന്നു. ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ എന്താണ് കാരണമെന്ന് ഇതേവരെ മാതാപിതാക്കൾക്കോ അവളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ മനസ്സിലായിട്ടുമില്ല. അതാണ് നിലവിലുള്ള ഒരു സാഹചര്യം. ക്ലാസ് മുറിയില് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? വൈകാരിക നിയന്ത്രണം കുട്ടികൾക്ക് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഈ ചെറിയ സ്ട്രെസ് പോലും കുട്ടികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതേപോലെ ചെറിയ ശാസന പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ പൊട്ടിത്തെറിക്കുന്ന കുട്ടികളെ നമ്മുടെ ക്ലാസ് മുറികളിൽ ഇപ്പൊ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണാം. നോ എന്നത് ഇപ്പൊ വീട്ടിലില്ല, അതേപോലെ നോ എന്നൊരു സംഭവം ഇപ്പോ ക്ലാസ് മുറിയിലും ഇല്ല. അപ്പൊ ഈ ഒരു രീതിയിലേക്കുള്ള പഠനങ്ങൾ കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ആ രീതിയിലേക്ക് ഇടപഴകേണ്ടതുണ്ട്. നമ്മുടെ അക്കാദമിക സാഹചര്യങ്ങള്, നമ്മുടെ പഠന രീതികള്, അതേപോലെ നമ്മുടെ പരീക്ഷാ സമ്പ്രദായങ്ങള്, അതൊക്കെ പുതിയ രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ടോ എന്നത് നമ്മൾ
ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ കുട്ടികളുടെ വൈകാരിക, മാനസിക, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് കോഴിക്കോട് സിറ്റി വനിതാ സെൽ DCRC കൗൺസിലർ സീന PA. സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൽ നമ്മുടെ കൊച്ചുകുട്ടികളിൽ, അതായത് 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. സമീപകാലങ്ങളിൽ ഇത് കുട്ടികളിൽ വളരെയധികം കൂടുതലായിട്ടാണ് കാണുന്നത്. ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണത്തോളം തന്നെയുണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവരുടെ എണ്ണവും. ഒരു കൗൺസിലർ എന്ന നിലയിൽ ചിരി കോൾസിലൂടെ ഒരുപാട് ഇത്തരത്തിലുള്ള കേസുകൾ അറ്റൻഡ് ചെയ്തതിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, കുട്ടികൾ കൂടുതലും വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വിഭാഗം കുട്ടികൾക്ക് കുഴപ്പമില്ല, അവരനുഭവിക്കുന്ന ഫാമിലി ഇഷ്യൂസും ഉണ്ടാവാം, ചിലപ്പോൾ അവരുടെ പേരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആവാം, കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നതാവാം, അല്ല ഈ പേരൻസിന്റെ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഫാമിലിയിൽ കുട്ടികളെ നെഗ്ലക്റ്റഡ് ആവുന്നത് കൊണ്ടാവാം ഫാമിലി ഇഷ്യൂസ് കുട്ടികളെ ബാധിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അക്കാഡമിക് പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ഒക്കെ ഉള്ള കുട്ടികളിൽ, അല്ലെങ്കിൽ അത്തരം ഹിസ്റ്ററികൾ ഫാമിലിയിലുള്ള കുട്ടികളിൽ ഡിപ്രഷനോ ആങ്സൈറ്റിയോ ADHD ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ സൂയിസൈഡൽ റിസ്ക് നമുക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വ്യത്യാസമൊന്നുമില്ല, സബ്സ്റ്റൻസ് യൂസ് വളരെ അധികം ഇന്നത്തെ കാലത്ത് കുട്ടികളിലുണ്ട്. അപ്പൊ അതും സൂയിസൈഡിലേക്ക് നയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് അവർക്ക് ദേഷ്യം, എല്ലാ ഇമോഷൻസും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുട്ടികളിൽ വളരെ പെട്ടെന്നാണ് അവർക്ക് ഇമോഷൻസ് വരുന്നത്. അത് ദേഷ്യമായാലും വാശിയായാലും ഒരു വെറുപ്പായാലും ഭയമായാലും ഇത്തരത്തിലുള്ള ഏത് വികാരങ്ങളാണേലും വളരെ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾ. പിന്നെ കുട്ടികളിൽ ലവ് ഫെയിലിയർ, അതായത് റിലേഷൻഷിപ്പ് പെട്ടെന്ന് ബ്രേക്ക് ആവുന്നതും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കെയറും ഇമോഷണൽ അറ്റാച്ച്മെന്റും പെട്ടെന്ന് ബ്രേക്ക് ആവുന്നത് കൊണ്ട് കുട്ടികൾ ആത്മഹത്യയിലേക്ക് പെട്ടെന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ പിയർ ഗ്രൂപ്പ്സിന്റെ പ്രഷർ, സ്കൂളിലെ ബുള്ളിങ്, അതായത് കളിയാക്കലുകൾ, പല കാരണങ്ങൾ കൊണ്ടുള്ള കളിയാക്കലുകൾ കുട്ടികൾ സ്കൂളിൽ അനുഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ, ഇത്തരം കാരണങ്ങളൊക്കെയാണ് പൊതുവെ നമ്മൾ ഇന്നത്തെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു തലമുറയിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത് കൂടി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒളിച്ചോടുന്നതല്ല ഒരു പ്രശ്നത്തിനും, ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നിടത്ത്, അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ബോധ്യമാകുന്നിടത്ത് അവര് നിലവിലുള്ള പ്രശ്നം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം അവർ വെക്കുകയും ആ സമയത്തിലൂടെ അവർക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുകയും ചെയ്യും. കൗമാരക്കാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കണ്ടെത്താനും അവയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും 2020 മുതൽ ആത്മഹത്യ ചെയ്ത കൗമാരക്കാരുടെ പട്ടിക തയ്യാറാക്കി കേസുകൾ പരിശോധിച്ച് കേരള പോലീസ് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നു. തിരുവനന്തപുരം റേഞ്ച് DIGയും സോഷ്യൽ പോലീസിംഗ് സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ അജിത ബീഗം IPS. കുട്ടികളുടെ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ 2024 മാത്രം ഓൾമോസ്റ്റ് 331 കിഡ്സ് അക്രോസ് കേരള ഹാവ് കമ്മിറ്റഡ് സൂയിസൈഡ്. സോ ഇതൊരു അലാർമിംഗ് നമ്പർ തന്നെയാണ്. കമ്പയർഡ് ടു 2023 291 ആയിരുന്നു. എവറി ഇയർ വി ആർ സീയിങ് എ ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് സൂയിസൈഡ് കേസസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പൊ എസ്പെഷ്യലി അമോങ് യങ്സ്റ്റേഴ്സ്, വിച്ച് ഇസ് എ വെരി വെരി വറിയിങ് ഫാക്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് നോക്കിയാൽ അതിനെക്കുറിച്ച് ഒരു പഠനം ഇപ്പൊ നമ്മുടെ DG സാറ് ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് IPS അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് എന്റെ ഓഫീസിൽ നിന്ന് നമ്മളിപ്പോ ഒരു പഠനം നടത്തുകയാണ്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഏർലി ഇന്റർവെൻഷൻ ആണ്. ഫസ്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ പേരൻസ് കുട്ടികളും തമ്മിൽ ഒരു ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പേരൻസിന്റെ അടുത്ത് തുറന്നു പറയാനുള്ള വേദി വീട്ടിനകത്ത് വേണം. അപ്പൊ നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആണ്, എന്ത് ചെറിയ മിസ്റ്റേക്ക് ചെയ്താലും നമ്മൾ പണിഷിംഗ് ആറ്റിറ്റ്യൂഡോട് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് വന്ന് സംസാരിക്കൂല, അവരുടെ പ്രശ്നം നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യത്തില്ല, അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമം പേരൻസിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് ആ കുട്ടികൾ ചിന്തിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തിങ് എന്താ പറഞ്ഞാൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യാം. ആക്ച്വലി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്, തെറപ്പി, കൗൺസിലിംഗ് പോലത്തെ പ്രൊഫഷണൽ ഹെൽപ്പ്, ചൈൽഡ് സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെയോ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കണം. എല്ലാ വ്യക്തികൾക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാം. സോ വി ഷുഡ് ഗോ. നമുക്ക് ഒരു ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുന്നത് പോലെ തന്നെയാണ് ഇതും. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. സോ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ചോളം നമുക്ക് ചിറിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ 9497 900 200. കേരളത്തിൽ 6 ഡിസ്ട്രിക്ട്സിൽ നമുക്ക് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്, കോഴിക്കോട് ഉൾപ്പെടെ. അതുപോലെ തന്നെ നമുക്ക് ചിരി ഹെൽപ്പ് ലൈനും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും കൗൺസിലേഴ്സും ഉണ്ട്, പോലീസിന്റെ കൗൺസിലേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് പോലീസിനെ കൊണ്ട്
കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും തീർച്ചയായിട്ടും ചെയ്തു തരും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഈ നമ്പർ പറയാം, 9497 900 200 ആണ് ശരി ഹെൽപ്പ് ലൈൻ. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നത്? പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള മനസ്സുറപ്പ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമല്ലേ? ഓരോ മരണവും വീടിനും വീട്ടുകാർക്കും നാടിനുമെല്ലാം വലിയ നഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. അവരെ മരണത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.